നമസ്കാരം. ജ്യോതിഷത്തിൽ രാശിചക്രങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിവിധ തരത്തിലുള്ള രാജയോഗങ്ങൾ രൂപാന്തരപ്പെടാറുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് വിജയവും അതേപോലെ തന്നെ സന്തോഷവും ഫലപ്രദമായി നൽകുന്ന ഒരു യോഗമാണ് രാജലക്ഷണ രാജയോഗം. ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ സൂര്യനെ ഗ്രഹങ്ങളുടെ രാജാവായി തന്നെയാണ് കണക്കാക്കുന്നത്. വ്യത്യസ്തമായ രാശികളിലൂടെ സൂര്യന്റെ ചലനം നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാകുന്നു. പല തലത്തിൽ സ്വാധീനിക്കുന്നു എന്ന് തന്നെ പറയാം. ധനുരാശിയിൽ സൂര്യന്റെ ചലനം മൂലം ഈ സമയം രാജലക്ഷണ രാജയോഗം രൂപാന്തരപ്പെടുന്നതാകുന്നു. ഇത് ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2024 എന്ന പുതുവർഷത്തിൽ ഭാഗ്യനേട്ടങ്ങൾ സമ്മാനിക്കുന്നതാകുന്നു. ഡിസംബർ 16 സൂര്യൻ ധനുരാശിയിൽ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പം വ്യാഴം മേടം രാശിയിൽ തുടരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയവും നേട്ടവും നൽകുന്ന ശുഭകരമായ രാജയോഗങ്ങളിൽ ഒന്ന് തന്നെയാണ് രാജലക്ഷണ രാജയോഗം. ഈ രാജയോഗം മൂലം ഭാഗ്യം കുതിച്ചുയരുന്ന രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പറയുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിയുടെ ലഗ്നഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതാകുന്നു. ഇത്തരം അവസ്ഥകളിൽ രാജലക്ഷണം രാജയോഗം രൂപാന്തരപ്പെടുന്നതാകുന്നു. മേടം രാശിക്കാർക്ക് വളരെ ശുഭകരമായി തീരും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. ജോലിയിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ലാഭം നേടുവാൻ സാധിക്കുന്നു എന്നത് പ്രത്യേകതയായി തന്നെ പറയാം. മറ്റുള്ളവരിൽ നിന്നും അഭിനന്ദനങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഈ രാജയോഗത്തിന്റെ രൂപീകരണം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി അഥവാ ദീർഘകാലമായി കാത്തിരുന്ന ചില ജോലികളുണ്ട് എങ്കിൽ ആ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. അതിനാൽ അതുമായി ബന്ധപ്പെട്ടും പ്രശംസകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് പോലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായകരമായി മാറും എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ചില പുതിയ അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. നിയമപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. പുതുവർഷത്തിൽ ഒരു പുതിയ ജോലി കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അഥവാ അത്തരം ജോലി ലഭിക്കാനുള്ള സാധ്യത, ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് ചില ആഗ്രഹങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിദേശ യാത്രയും വിദേശത്ത് പഠിക്കുവാനുള്ള അവസരം ലഭിക്കണം എന്ന ആഗ്രഹം. അത്തരത്തിൽ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും അത് നടക്കുവാനുള്ള സാധ്യത പുതുവർഷത്തിൽ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഈ സമയം നിങ്ങളെ തേടിയെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വസ്തു അതേപോലെ വാഹനമാകുന്നു. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള അവസരമാണ് പുതുവർഷത്തിൽ കൈവരുക എന്ന കാര്യവും ഓർത്തിരിക്കുക. ഈ രാജയോഗത്തിന്റെ രൂപീകരണം മൂലം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ലക്ഷ്മി ദേവിയെ ഈ സമയം ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പറയുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ രാജലക്ഷണ രാജയോഗം ചിങ്ങം രാശിക്കാർക്ക് വന്ന് ചേർന്നിരിക്കുന്ന അവസരമാണ് ഇത്. അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു സമയമാണ് ഇത്. ജോലികൾ സമയബന്ധിതമായി തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന അവസരമാണ് വന്നു ചേരുക. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരം തന്നെയായിരിക്കും അത്. നിങ്ങളുടെ പങ്കാളിയോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. നിങ്ങളുടെ
കുട്ടികളുമായി ബന്ധപ്പെട്ട് നല്ല ശുഭവാർത്തകൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. ശുഭവാർത്തകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും ബിസിനസ്സിൽ ഉയർച്ച, അതേപോലെ വിദ്യയിൽ ഉയർച്ച, തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു. മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോലും പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അത്തരം രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു അവസരം തന്നെയാണ് 2024. ചെലവുകൾ അല്പം വർദ്ധിക്കും എങ്കിലും തീർച്ചയായും ധനവരവ് നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ നിന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മികച്ച പിന്തുണ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ രാജയോഗം ചിങ്ങം രാശിക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും മുൻപ് പരാമർശിച്ചതുപോലെ വളരെയധികം ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ രാശിക്കാർക്ക് അനുകൂലം തന്നെയാകുന്നു. ഇവർ തീർച്ചയായും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റൊരു രാശിയായി പറയുന്നത് ധനു രാശിയാകുന്നു. ധനു രാശിചക്രത്തിന്റെ ലഗ്നഗ്രഹത്തിൽ സൂര്യൻ എത്തുന്നതാകുന്നു. ഇത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന ഒരു കാര്യമായി മാറും. ധനുരാശിക്കാരുടെ ആസൂത്രണ പദ്ധതികൾ എല്ലാം തന്നെ വിജയത്തിൽ എത്തുന്നതാകുന്നു. നിങ്ങൾക്ക് വിവിധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലാഭം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അത് വലിയ ലാഭം തന്നെയായി മാറുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. രാജലക്ഷണ രാജയോഗം നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുന്നതാകുന്നു. നിശ്ചിതമായ സമയപരിധിക്കുള്ളിൽ തന്നെ ഏൽപ്പിച്ച പല കാര്യങ്ങളും പല ജോലികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം പകർന്ന് നൽകുന്ന കാര്യമാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നൽകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പല ജോലികളും ഈ സമയം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്ന അവസരം കൂടിയാണ് ഇത്. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ പലതും ഈ സമയം പൂർത്തീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പരിശ്രമങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നതാകുന്നു. പ്രധാനമായും ശമ്പള വർധനവിന് ഈ സമയം സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായും സ്ഥാനക്കയറ്റം ലഭിക്കും എന്ന് തന്നെ പറയാം. തുടർന്നും ശമ്പള വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേരുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക.